ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അവൻ പെരിയവൻ, അവനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ഇന്ന് എപ്പിസോഡ് 60 നമ്മൾ വാസിക്കുകയാണ്. എപ്പിസോഡ് 60 എന്ന ആണ്ടവർ നമ്മളോട് പേശുന്ന നമുക്ക് ചിന്തിച്ചിടാം. നമുക്ക് ആണ്ടവർ നമ്മളോട് പേശുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ 60 എപ്പിസോഡിൽ നമുക്ക് பார்ക്കാം. എഫിഷ്യൻസ് 6 നമുക്ക് 9 വചനം താൻ നമ്മൾ பார்ക്കുന്ന എഫിഷ്യൻസ് 6 9 വചനം. 9 വചനത്തിൽ என்ன சொல்ற? യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവീൻ. இங்கே சொல்லுது 9 വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇന്നത്, and ye master do the same thing unto them, forbearing, threatening, and knowing that your master also is in heaven, neither is there respect of persons with him. இங்கே பேசுத നമ്മൾ 8 വചനത്തിൽ നമ്മൾ കേട്ടാച്ചേ என்ன ஆண்டவர் നമ്മൾ என்ன കേട്ടാച്ചേ? ആണ്ടവർ സർവൻറ്റ് അല്ലെങ്കിൽ വേലക്കാരുടെ അല്ലെങ്കിൽ അടിമകളോട് പേശുതാൻ നമുക്ക് കേട്ടത്. അല്ലെങ്കിൽ നമ്മൾ വേല പണ്ണുന്നവർക്ക് വേണ്ടി ആയിരുന്നു சொல்லுது. എന്നാൽ ഇപ്പോൾ ഇங்கே சொல்லுது ആർക്ക് വേണ്ടി சொல்லுது? യജമാനന്മാർക്ക് വേണ്ടി ഓണറിനെ പറ്റി അവരോട് താൻ പേശുന്നത്. എന്നെ പേശുന്നത് നമുക്ക് ഇங்கே சொல்லுது, യജമാനന്മാരെ എന്ന് சொல்லிയാൽ നിങ്ങൾ പെരിയവരെ നിങ്ങളോട് சொல்லுது என்ன? നിങ്ങൾ കേട്ട് പാക്ക് என்ன சொல்லுது? അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. നീ നല്ലപോലെ വിസാരിച്ചിട നിന്റെ യജമാനനും, അതായത് ആ അടിമയുടെ യജമാനും അല്ലെങ്കിൽ ദാസന്റെ യജമാനും എങ്കിരിക്കെ സ്വർഗത്തിലേക്ക്. രണ്ടുപേർക്കും ഒരു ആണ്ടവർ താൻ. വേറെ ആണ്ടവരിൽ നമുക്ക് തിരിയും. വചനത്തിൽ നമ്മൾ വാസിക്കും. അത് മാത്രമല്ല എല്ലാവരോടും കേട്ട് ആണ്ടവർ ഒരുവൻ താൻ. ആ ആണ്ടവർ എന്നാ ചെയ്യുക? നമ്മൾ വചനത്തിൽ വാസിക്കുന്നത് അവൻ ഉറങ്ങുന്നതേ ഇല്ല, തൂങ്ങുന്നതേ ഇല്ല. അവൻ ഉറങ്ങുന്നതേ ഇല്ല, തൂങ്ങുന്നതേ ഇല്ലെന്ന് ചൊല്ലിയാൽ അവൻ എപ്പോഴുമേ ജാഗരിച്ചിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴുമേ എഴുന്നേറ്റിരിക്കുക. അവൻ നമ്മളെ பார்த்துകൊണ്ടിരിക്കുക. നീ ഉറക്കത്തിൽ എന്നെ பண்ணுவா, അല്ലെങ്കിൽ നീ പകൽ എന്നെ பண்ணுவா, രാത്രിയിൽ എന്നെ பண்ணுவா, എല്ലാമേ അവൻ பார்த்துകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നീ ഇരുട്ടിൽ എന്നെ பண்ணுவா, അല്ലെങ്കിൽ നീ എൻ്റെ ഹൃദയത്തിൽ എന്നെ വിസാരിക്കുക. ഇതെല്ലാമേ ആണ്ടോർ പാക്കുന്നത്. നമ്മൾ വചനത്തിൽ നമ്മൾ വാസിച്ചാച്ച് അവൻ എന്നായിരിക്കും? അവൻ വെളിച്ചമായിരിക്കും. ഈ ഈസ് എ ലൈറ്റ്. അവൻ വെളിച്ചമായിരിക്കും. അവൻ വെളിച്ചം എന്ന് ചൊല്ലിയാൽ എൻ്റെ വെളിച്ചം നമ്മൾ ഏത് ഇരുട്ടിലെ ഏത് കാര്യത്തിലും നമ്മൾ വെളിച്ചം കൊണ്ടുപോയാൽ നമുക്ക് പാക്കാൻ പറ്റും. ഇപ്പോൾ റൂമിൽ നമുക്ക് ഇപ്പം നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുക, എന്നാൽ ചില ഇടങ്ങളിൽ നമുക്ക് എന്നാ പാക്കും? அங்கே இருட்டிருக்கு, நமக்கு தெரியாது என்ன, அங்கே நமக்கு சரிக்க பார்க்க முடியாது. நம்ம என்ன பண்ணும்? നമ്മൾ ലൈറ്റ് കൊണ്ടുപോയി പക്കത്തിലേക്ക് കൊണ്ടുപോയി അഴിച്ചിടുമ്പോൾ നമുക്ക് தெரியும். അതേപോലെ ആണ്ടവർ വെളിച്ചമാണ്. ആണ്ടവർ വെളിച്ചമായിരിക്കുമ്പോൾ അവൻ എല്ലാമേ பார்க்குது. നീ പർവായില്ല, നീ യജമാന അല്ലെങ്കിൽ നീ അടിമയാ, അത് ഒന്നുമേ യാതൊരു കാര്യമില്ല. നിന്റെയും അവൻ്റെയും യജമാനൻ ആരുതാൻ? ആണ്ടവർ താൻ. അത് നീ ഏത് ജാതിക്കാരനായാലും, എത്ര പെരിയവനായാലും, എത്ര ചിന്നവനായാലും, അല്ലെങ്കിൽ എത്ര ധനവാനായിരിക്കാം, എല്ലാവർക്കുമേ ആണ്ടവർ ഒരുവൻ താൻ. ആ ആണ്ടവർ അവനും ആണ്ടവർ താൻ, നമുക്കും ആണ്ടവർ താൻ. നമ്മൾ കോയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെരിയ ആൾക്കാർക്ക് പ്രത്യേക ക്യൂവും, അതല്ലെങ്കിൽ ചിന്ന ആൾക്ക് പ്രത്യേക ക്യൂവും വെച്ചിരിക്കുക. നീ കോവിൽ പോകുമ്പോൾ എല്ലാവരുമേ ഒരേപോലെ പോകണം. അത് പെരിയവനായാലും ചെറിയവനായാലും ഒരുപോലെ. അതായത് അവർ എന്നാ ചൊല്ലുന്നത്? നമ്മുടെ മതത്തിലനുസരിച്ച് എല്ലാവരുമേ ആണ്ടവർക്ക് മുന്നിൽ ഒന്ന് താൻ. അങ്ക പക്ഷഭേദം കിടക്കാതെ
നീ പെരുവൻ, അതുകൊണ്ട് നീ മുന്നേ വന്നിട്ട് നീ ഇവർ അവർ ചിന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ ദാസര, നീ പിറകെ വന്നിട്ട് അപ്പടി ആണ്ടവരുടെ മുമ്പിൽ ഒട്ടുമേ പറ്റാതെ എല്ലാവരും ആണ്ടവരുടെ മുമ്പിൽ ഒന്നുതാൻ. അത് മറ്റുമല്ല, അവൻ എங்கே இருக்கே, ഈ ആണ്ടവർ എங்கே இருக்கே, ഇങ്ങ് വനത്തെ சொல்ல എங்கே സ്വർഗത്തിലിരിക്കെ. അവൻ സ്വർഗത്തിൽ നിന്ന് പാക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഇങ്ങ ഇരുന്ന് ഞാൻ ഇങ്ങേന്ന് பார்க்குമ്പോൾ എനിക്ക് ഇത്ര ഇടം ഇങ്ങ പക്കത്തിലിരിക്കുക ഇടം മറ്റും താൻ എനിക്ക് തിരിയും അല്ലയാ. നീ ഒന്ന് വിസാരിച്ച് നോക്കി. അല്ലെങ്കിൽ നീ ഇങ്ങ ഇരിക്കുമ്പോൾ നിനക്ക് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലുള്ളത് നിനക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന എണ്ണ നിനക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന എത്രമാത്രം നമുക്ക് കാണാൻ പറ്റും? എത്രയും പക്കത്തിലിരിക്കുന്ന കാണാൻ പറ്റും. അതേസമയം നമ്മൾ കൊഞ്ചം മേളിലേക്ക് പറന്നിടുക, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിനിൽ കയറിയിരുന്നാൽ നമുക്ക് എന്നാ കാണാൻ പറ്റും? നമുക്ക് എല്ലാമേ സറൗണ്ടിങ് ഉള്ള എല്ലാമേ കാണാം. എത്ര കിലോമീറ്റർ വരെ കാണാൻ പറ്റും? 10 കിലോമീറ്റർ അതിലും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അതായത് മുകളിൽ നിന്ന് നമുക്ക് பார்க்குമ്പോൾ നമുക്ക് എല്ലാമേ കാണാൻ പറ്റും. അന്നേരം ആണ്ടോർ എங்கே ഇരിക്കേ? ആണ്ടോരേക്ക് സ്വർഗത്തിലിരിക്കുക. അതായത് ഇങ്ങനെ 3 സ്വർഗം ഇരിക്കെ. അതിനെപ്പറ്റി നമുക്ക് അതിൽ 1-ാം സ്വർഗം അതുതാൻ ഈ കിളികൾ അല്ലെങ്കിൽ പറവകൾ എല്ലാമേ പറക്കുന്നത്. 2-ാം സ്വർഗത്തിൽ താൻ എന്നായിരിക്കെ ചന്ദ്രമാ സൂര്യനെ அப்படி எல்லாமே இருக்குது. 3-ാം സ്വർഗം എന്ന് சொல்லி അതിനും മേളിൽ. അപ്പം അതിനും മേളിലിരിക്കുന്ന ആണ്ടവർക്ക് എല്ലാം പാക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ജസ്റ്റ് ആണ്ടോർ പരിവൻ താൻ, അവർക്ക് സർവ്വജ്ഞാനി താൻ, എല്ലാമേ ശരിയാണ്. ഞാൻ നിങ്ങളോട് ചൊല്ലുന്ന രീതിയിൽ നമ്മൾ മാനുഷ്യമായ രീതിയിൽ നമ്മൾ പാക്കുന്നത് ഞാൻ ചൊല്ലുക. നീ പാക്കുമ്പോൾ നീ എന്നാ പറ്റും? നിനക്ക് എത്രയും മേളിൽ പോകുമോ അങ്ങേ നമുക്ക് പാക്കുമ്പോൾ നമുക്ക് എല്ലാമേ കാണും. ഇங்கே നമുക്ക് பார்க்கணும் ആണ്ടോർ എங்கே ഇരിക്കെ സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് നീ അത് മാത്രമല്ല, അവൻ വെളിച്ചം താൻ. അവൻ பார்க்குമ്പോൾ എല്ലായിടത്തും വെളിച്ചം തന്നെ. ഇരുട്ടേ എங்கே கிடைக்காது. അവൻ ഒരിടത്തെല്ലാം பார்ക്കുന്ന എല്ലായിടത്തും. അതായത് അതുകൊണ്ട് താൻ നമ്മൾ ജപം பண்ணுമ്പോൾ ഞാൻ ഇங்கே ജപം பண்ணுം, ഒരാൾ അങ്ങേ ജപം பண்ணுം, വേറൊരാൾ അങ്ങേ ജപം பண்ணுം. ആണ്ടവർ അവരുടെ എല്ലാമേ ജപം കേൾക്കുമോ ഇല്ല? എല്ലാവരുടെയും ജപം കേൾക്കും. എന്തുകൊണ്ട് കേൾക്കും? അവൻ പെരുവൻ താൻ, അവൻ മേളിൽ താൻ, അവൻ എല്ലാവരും சொல்லுது അവൻ കേൾക്കും. വചനത്തിൽ சொல்லுது അവൻ എന്നാ പണിയിരിക്കുന്നു? അവൻ്റെ ചെവി ചായ്ച്ച്, അല്ലെങ്കിൽ അവൻ്റെ ചെവി നമ്മൾ சொல்லுന്നത് കേൾക്കാൻ വേണ്ടി അവൻ ചെവി നമുക്ക് നീട്ടി വെച്ചിരിക്കുക. അവന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും അവൻ പിടിയാതെ ഇരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഭയഭക്തിയോട് വേണം ആണ്ടവരുടെ മുമ്പിൽ പോകാൻ. നമ്മൾ ആണ്ടവർ ഇരിക്കുക എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് എന്നാ വേണം? ഭയം വേണം. ആ ഭയം ഇല്ലെങ്കിൽ എന്നാ പറ്റും? നമ്മൾ തപ്പ് പണിയിടും. നമ്മൾ എന്നാ തപ്പ് പണമെന്ന് നമ്മൾ വിചാരിക്കണം. ആണ്ടോർ പാത്തുകൊണ്ടേ ഇരിക്കുക. അത് നമ്മൾ മനുഷ്യരാരുമേ പാക്കാതെ, ശരി എൻ്റെ യജമാനൻ എന്നെ പാക്കാതെ, അല്ലെ അവരെന്നെ പാക്കാതെ, ഇവരെന്നെ പാക്കാതെ നമ്മൾ അത് വിചാരിച്ചിട. ശരി, അതെല്ലാമേ ശരിതാൻ. എന്നാൽ ഒരാളിരിക്കുക, അവൻ സ്വർഗത്തിലിരിക്കുക. അവൻ സ്വർഗത്തിൽ നിന്ന് നിന്നെ പാക്കുന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് പാക്കുന്നത്. എന്നാൽ നിങ്ങൾ യജമാനെ, നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്, അവർ സ്വർഗത്തിലിരിക്കെ എന്ന് ചൊല്ലുക. അത് മറ്റുമല്ല, പിന്നെ എന്നാ ചൊല്ലുക? അതിൽ വായിക്കുന്നത്, അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല, അവന് വലിപ്പം ചെറുപ്പം കിടയാതെ. നീ പാവപ്പെട്ടവനാ, നീ ധനിയനാ, അത് അവന് കിടയാതെ. അല്ലെങ്കിൽ നീ പെരിയവനാ, അവൻ ചിന്നവനാ, അത് തിരിയാതെ. അല്ലെങ്കിൽ അവൻ അടിമയാ, നീ യജമാനാ, അവന് തിരിയാതെ. എല്ലാവരുമേ അവൻ പക്കത്തിൽ, എല്ലാവരുമേ ഒരുപോലെ താൻ. നീ അവന് മുഖപക്ഷമേ ഇല്ല. അതായത് നിനക്കും അവനുമായിട്ട് വ്യത്യാസമായിട്ട് അവൻ പേശാതെ അല്ലെങ്കിൽ നോക്കാതെ.
അന്നേരം നീ വിസാരിച്ചോളണം, നീ പണ്ണുന്ന കാര്യം ആണ്ടവർ പാക്കത് അവന് മുഖപക്ഷമില്ല. നീ അതുകൊണ്ട് ചൊല്ലു, അവൻ എൻ്റെ അടിമയാ, അല്ലെങ്കിൽ അവൻ എൻ്റെ ദാസനാ, അവൻ എൻ്റെ വേലക്കാരനാ, അവനോട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ റൈറ്റ് താൻ, എൻ്റെ നീതി താൻ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി താൻ, അതുകൊണ്ട് എനിക്ക് എന്നെ വേണമെങ്കിലും പണിടാം. അപ്പടി നീ വിസാരിക്കാതെ നിന്റെ യജമാനൻ, അതായത് അവൻ്റെ യജമാനൻ നീ ആണെങ്കിൽ നിന്റെ യജമാനൻ ആരാ? സ്വർഗത്തിലിരിക്കുന്ന ആണ്ടവർ താൻ. അവൻ നിന്നെ പാക്കത്. അവൻ നിന്നെ പാക്കുമ്പോൾ നീ എത്ര ഭയത്തോടിരിക്കണം. ഒരു വേലക്കാരൻ തൻ്റെ യജമാനൻ വരുമ്പോൾ ഭയന്നിടുമ്പോൾ, അവൻ വന്നിരിക്കുന്ന എന്ന് വിചാരിച്ച് അവൻ വേല പണ്ണുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മളെയും അവൻ പാക്കത്. നമ്മൾ യജമാനാണെങ്കിൽ നമ്മുടെ വേലക്കാരൻ നമുക്ക് അവൻ നമ്മളെ പാക്കത്, അവനെല്ലാമേ പാക്കത്. അന്നേരം അവൻ എണ്ണയില്ല, മുഖപക്ഷമില്ല, അവന് പെരുവനും ചെറിയവനുമേ ഒന്നുമേ ഇല്ല. നീ യജമാന അല്ലെങ്കിൽ നീ വേലക്കാരന അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ അടിമയാ, അപ്പടി ഒന്നുമേ ഇല്ല. പിന്നെ അടുത്ത എന്നാ അറിഞ്ഞുകൊണ്ട് അങ്ങനെ അവരോട് പെരുമാറുകയും ഭീഷണി ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ എന്നാ പണണം? നീ അവനെ ത്രട്ടൺ പണ്ണ சொல்லியா നീ അവനെ ഭയപ്പെടുത്താതെ. അതായത് നീ ഭയത്തോടിരിക്കുമ്പോൾ നീ മറ്റുള്ളവരെ എപ്പടി ഭയപ്പെടുത്തും? ആണ്ടവൻ നിന്നെ പാക്കുമ്പോൾ, അവൻ നിന്നെ പാക്കുന്ന നീ പണ്ണുന്ന എല്ലാ കാര്യമേ അവൻ പാക്കുമ്പോൾ, നീ അവനെ നിന്നെ പാക്കാൻ അവൻ ഇരിക്കുമ്പോൾ നീ എന്നാ പണ്ണണം? നീ ചൊല്ലുന്ന വാക്ക് വചനം വളരെ 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 നേസത്തോടെ പേശിട്. കാരണം നിന്റെ വചനം അവൻ കേൾക്കത്. അവൻ്റെ മുമ്പിൽ മുഖവശമില്ല, അതുകൊണ്ട് അവനെല്ലാമേ കേൾക്കത്. അതുകൊണ്ട് നീ എന്നാ നോക്കണം? അതുകൊണ്ട് നീ അവനെ ഭയപ്പെടുത്താതെ ഭീഷണി വാക്ക്, അല്ലെങ്കിൽ നീ അവനോട് ടഫായിട്ട്, അല്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് നീ അവനോട് പേശാതെ. என்ன இங்கே இங்கே இந்த டைம் முடிஞ்சாச்சு. ஆண்டவர் நம்மளோட சொல்லுது, நம்ம ஆராണ് ஆண்டவரோட பக்கத்தில் வித்தியாசமே கிடைக்காது. നീ പണക്കാരനാ അല്ലെങ്കിൽ പാവപ്പെട്ടവനാ, നീ യജമാനാ അല്ലെങ്കിൽ അവന് അടിമയാ, അല്ലെങ്കിൽ അവൻ യജമാനാ, നീ വേലക്കാരനാ, അല്ലെങ്കിൽ നീ അപ്പടി ഒന്നും മുഖപക്ഷം ആണ്ടവർ നോക്കാതെ. എല്ലാവർക്കും ആണ്ടവർ ഒരേ ഒരുവൻ താൻ. അവൻ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരേപോലെ താൻ. നീ പണ്ണുന്നതിന് ന്യായം അതേപോലെ താൻ അവൻ പണ്ണുന്നതിന് ന്യായം கிடைக்கும். ആർക്കുമേ വ്യത്യാസം கிடைக்காது. ആണ്ടവർ താൻ ന്യായപ്പെടുന്നത്, നമ്മളല്ല ന്യായപ്പെടുന്നത്. അതുകൊണ്ട് നീ വളരെ ജാഗ്രതയായിരിക്കുക, ரொம்ப ജാഗ്രതയായിരിക്കുക. അല്ലെങ്കിൽ നീ அப்படி നീ നിനക്ക് சொல்ல முடியாது. അതുകൊണ്ട് നമ്മൾ ആണ്ടവർ നമ്മളെ പാത്തുകൊണ്ടേയിരിക്കുക. എൻ്റെ നമ്പർ ഞാൻ சொல்லிடேன். എൻ്റെ നമ്പർ 9791843308 97184184 3308 അത് എൻ്റെ നമ്പർ താൻ. നിങ്ങൾ എപ്പം വേണമെങ്കിലും എന്നോട് പേശിടാം. ഞാൻ ആണ്ടവരുടെ വചനം താൻ சொல்லுது. ഞാൻ ആണ്ടവരുടെ വചനത്തിൽ നിന്നും ഒരു വാക്ക് പോലും അപ്പടിയും ഇപ്പടിയും ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ താൻ നിങ്ങളോട് പേശുക. കാരണം നിങ്ങൾ ആണ്ടവരെ ഭയപ്പെടണം. ആണ്ടവർ ജീവിക്കുന്ന ആണ്ടവർ താൻ അവനെല്ലാം പാക്കുന്നത്. ആണ്ടവരെ നാം മേപ്പെടുവാറാട്ടെ. ആമീൻ.